ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ നിന്ന് കൊണ്ടുവന്നേക്കുന്ന കുറച്ച് വെറൈറ്റി റോസും അതേപോലെ തന്നെ അതിൻ്റെ കെയറും എല്ലാം കൂടെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അന്നേരം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് റോസിൻ്റെ ചെറിയ കവർ, അതേപോലെ തന്നെ മീഡിയം സൈസ് കവർ, ഇതൊക്കെ വരുമ്പോഴത്തേക്ക് വന്ന് ലോഡ് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് ഫംഗിസൈഡ് കൊടുക്കുന്നത് നല്ലതാണ്. അത് പുതിയ പ്ലാന്റുകൾ നിങ്ങളുടെ വീട്ടിൽ വന്നാലും ജസ്റ്റ് ഒന്ന് ഫംഗിസൈഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിരിക്കും. അതേപോലെ തന്നെ മഴ സമയമൊക്കെയാണ്, അന്നേരം ഒരുപാട് റോസുകൾ ഇപ്പോൾ ഇറക്കി വെച്ചേക്കുന്നത് കൊണ്ട് നമ്മൾ അതിൻ്റെ മേളിലൊരു ചെറിയ ഒരു UV ഷീറ്റ് ഇപ്പം തൽക്കാലത്തേക്ക് കെട്ടിയിട്ടുണ്ട്. അതിന് വെള്ളം വീണ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലവർ പെട്ടെന്ന് നശിച്ചു പോവും. അതും കൂടെ ശ്രദ്ധിക്കണം. അതായത് പ്ലാന്റ് വെള്ളത്തിൽ, അത് ഒരുപാട് വെള്ളത്തിൽ വീഴുന്ന സമയത്ത് ഒന്ന് മാറ്റി വയ്ക്കുന്നത് നല്ലതാണ്. അത് ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സ്ഥിരമായിട്ട് വെള്ളം വീണ് കഴിഞ്ഞാൽ ഇത് അളിച്ചിൽ, അതായത് ഫംഗസ് വരാനുള്ള സാധ്യതകളാണ്. അതിൻ്റെ ഇങ്ങനെയാണ് ലോഡ് വരുമ്പോഴത്തേക്ക് ഇറക്കുന്നത്. ഇത് ചട്ടിയിലുള്ള റോസാണ്. ഇത് ഹോൾസെയിലറൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തൊന്ന് തീർത്ത് പോകും. അന്നേരം അതും കൂടെ മനസ്സിൽ വെച്ചേക്കുക. നല്ല വെറൈറ്റി റോസുകളൊക്കെ വന്നിട്ടുണ്ട്. അന്നേരം ഒരുപാട് പേര് ഇവിടെ വന്ന് നോക്കി സെലക്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ പ്ലാന്റുകൾ കുറേ കിട്ടുന്നതായിരിക്കും. അതിന് എല്ലാ പ്ലാന്റുകളും നമുക്ക് അയക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ബഡ് റോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ വരുമ്പോൾ ചിലപ്പോൾ വാട്ടം വരാനുള്ള സാധ്യതയുണ്ട്. അന്നേരം മറ്റേ വള്ളി റോസൊക്കെ ആകുമ്പോൾ അത്രയും വലിയൊരു പ്രശ്നം വരത്തില്ല. അന്നേരം അതും കൂടെ ഓർക്കുക. അതുപോലെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കടലപ്പിണ്ണാക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു മിക്സ്ചർ മഴ കഴിഞ്ഞതിന് ശേഷം കൊടുക്കുക. ഇപ്പോൾ ഇറക്കി വെച്ചേക്കുന്ന പ്ലാന്റുകളാണ് ഈ കാണുന്നത്. അന്നേരം ഇത് മാസത്തിൽ ഒരിക്കൽ ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല, മേൽമണ്ണ് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ ചട്ടിയിലുള്ള റോസോ കവറിലുള്ള റോസോ വരുമ്പോഴത്തേക്ക് ഇതൊന്ന് അമുക്കിയതിന് ശേഷം, അതായത് കവർ കീറി കളഞ്ഞ് ചെറുതായിട്ടൊരു പ്രസ് കൊടുത്തതിന് ശേഷം ഈ മണ്ണൊന്ന് ലൂസാക്കിയതിന് ശേഷം വേണം വേറെ ഒരു മണ്ണിലേക്ക് നടാനായിട്ട്. അതും കൂടെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഒരുപാട് അങ്ങ് ഒടിച്ചങ്ങ് കളയുക എന്നുള്ളതല്ല, ആ മണ്ണ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക. അന്നേരം വേര് അതായത് അമങ്ങിയിരിക്കുന്ന വേരൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് പുറത്ത് നന്നായിട്ട് വരാനായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് അതിനകത്തൂടെ. അന്നേരം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇത് ബട്ടർഫ്ലൈ റോസാണ്. ബട്ടർഫ്ലൈ റോസ്, ഓർക്കിഡ് റോസ് എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനെ. ഇതിൻ്റെ ഒരു 10-200 തൈ ഇപ്പം വന്നിട്ടുണ്ട്. നല്ല പ്ലാന്റാണ്, നല്ല ഒരു രസമുള്ള പ്ലാന്റാണ്, നിറച്ച് പൂക്കുന്ന പ്ലാന്റാണ്. കറക്റ്റ് കണ്ടിട്ട് ഓർക്കിഡ് റോസ് എന്നാണ് അവർ പറഞ്ഞത്. അന്നേരം എന്തായാലും കുറച്ച് പ്ലാന്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു 10-200 പ്ലാന്റ് അതിൻ്റേതായിട്ടുണ്ട്. അതേപോലെ അതാണ്ട് ഇത് എല്ലാം 30 രൂപ ടൈപ്പ് വിൽക്കുന്ന റോസുകളാണ് ഈ ഇരിക്കുന്നത്. ചില സമയങ്ങളിൽ നിങ്ങൾ തന്നെ പലപ്പോഴും വന്നിട്ടുണ്ടാവും. ഈ മഴ ആയതുകൊണ്ടാണ് സ്റ്റോക്ക് കുറച്ച് വെച്ചിരുന്നത്. എന്നാലിപ്പം പുതിയ സ്റ്റോക്ക് ഇപ്പം വന്നതാണ്. ഇപ്പം റോസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മറ്റുള്ള ചെടികളുടെ കൂടെ നമ്മൾ കുറച്ച് റോസ് വെക്കുന്നതാണ്. അതിൻ്റെ 2000-2500 റോസ് ഇപ്പം വന്നിട്ടുണ്ട്. ഇപ്പം വേറെ 1-2 നേഴ്സറിക്കാർ ഇന്നലെ ഇറക്കി വെച്ച പ്ലാന്റാണ്. ഇന്ന് ഒരു 1-2 നേഴ്സറിക്കാർ വന്ന് 100 വീതമൊക്കെ എടുത്തിട്ടുണ്ട്. അന്നേരം പ്ലാന്റുകൾ തീരുന്നതിന് മുമ്പ് വന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക. 2-ാം കുറ്റി ശാരദ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്താണ് പ്ലാന്റ് ഇറക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ കൊല്ലത്ത് മേടേമുക്ക് മാതൃഭൂമി ഓഫീസിൻ്റെ അടുത്തും കുറേ പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അന്നേരം അവിടെയും കൂടെ പോയി കണ്ട് കുറച്ച് ഉള്ള പ്ലാന്റുകളൊക്കെ നമുക്ക് എടുക്കാമായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ മറ്റുള്ള ചെടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പേര, ലക്നോ 47 പേര കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ റോസ്, അതായത് പൂ പൊഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് 2 ഇല താഴെ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ അടുത്ത ബ്രാഞ്ച് വരൂ. അതിനകത്ത് അടുത്ത ഫ്ലവർ വരത്തുള്ളൂ എന്നറിയാവുന്നതാണ്, പ്രൂണിങ്. അന്നേരം അതും കൂടെ ഒന്ന് ഓർക്കുക. അതേപോലെ NPK മിക്സർ കറക്റ്റായിട്ട് ഒരു 10 തരി, അല്ലെങ്കിൽ ചായ കുടിക്കുന്ന ചെറിയ സ്പൂണിന് ഒരു 1/2 സ്പൂൺ വീതം മുടിന് ദൂരെ കൂട്ടിയിട്ടിട്ട് വെള്ളം ഒഴിച്ചേക്കുക. അത് കവറിലാണെന്നുണ്ടെങ്കിൽ 8 തരിയൊക്കെ ആവൂ, ഒരുപാട് ആവരുത്. വെള്ളം ഒഴിച്ചതിന് ശേഷം കൊടുക്കുന്നതായിരിക്കും നല്ലത്. അന്നേരം വെള്ളം ഒഴിച്ചതിന് ശേഷം വളം കൊടുക്കുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് ചെടിക്ക് ഒരുപാടങ്ങ് ഒലിച്ചു പോകത്തില്ല വെള്ളത്തിൽ. അന്നേരം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ ഇപ്പം ഇറക്കി വെച്ചേക്കുന്ന പ്ലാന്റുകൾ നിരത്തി ഇരിക്കുന്നത് ഒന്ന് കാണാം. അതേപോലെ ഇൻസെക്ടിസൈഡ്, അത് മഴ ഉള്ള സമയത്ത് ഇൻസെക്ടിസൈഡോ ഫംഗിസൈഡോ കൊടുക്കാൻ പാടില്ല. മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ മഴ മാറിയതിന് ശേഷം വേണം കൊടുക്കാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 10 മണി സമയത്ത് തെളിഞ്ഞ അന്തരീക്ഷം കാണുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കൊടുക്കാം. കുറച്ച് ചെമ്പരത്തിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അന്നേരം മരുന്ന് കൊടുക്കുമ്പോഴത്തേക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇൻഡോഫിൽ ആദ്യമേ കൊടുക്കുക. എന്നിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞ് നല്ല തെളിഞ്ഞ മേഘം നിൽക്കുന്ന സമയത്ത് റീവ, അതായത് ഇൻസെക്ടിസൈഡ് കൊടുക്കുക. അത് മാറി തിരിഞ്ഞ് കൊടുക്കുക. ഒരു 10 ദിവസം കൂടുമ്പോൾ മാറി തിരിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അത് വേറൊന്നും കയറത്തില്ല. അതേപോലെ 1 ലിറ്റർ വെള്ളത്തിനകത്ത് 4 ഗ്രാം പൊടി, അതായത് 8 ഗ്രാം വരെ ആകാം, മഴ സമയത്ത് കൂടുതലെടുക്കാം. 8 ഗ്രാം ഇട്ട് നല്ല വൃത്തിയാവണ്ണം കലക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് ഫംഗിസൈഡ് ചെയ്യുന്ന രീതിയാണ്. ഇൻഡോഫിലാണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതേപോലെ നാടൻ റോസ്, നല്ല വെറൈറ്റി കുറച്ച് നാടൻ റോസ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി പ്ലാന്റ്, കാണുമ്പോൾ മനസ്സിലാവും. ഇറക്കി വെച്ച ഒരു ക്ഷീണമല്ലാതെ വേറെ ഒന്നുമില്ല. നാടൻ റോസിന് നല്ലതാണ്, നിറച്ച് പൂ പിടിക്കും. ഇത്രയും നമ്മളെ
അന്തരീക്ഷമൊക്കെ ആയിട്ട് നന്നായിട്ട് ചേർന്ന് പോകുന്ന പ്ലാന്റാണ് നാടൻ റോസ്. അതിൻ്റെ 2 വെറൈറ്റി ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് പനിനീര്, മണമുള്ള പനിനീർ റോസും, അതല്ലാതെ ഒരു നാടൻ വെറൈറ്റിയും കൂടെ ഇപ്പം കിട്ടിയിട്ടുണ്ട്. അന്നേരം അത് ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ പേര, അത് ലക്നൗ 47 പേരയാണ്. നല്ല രസമുള്ള പേരയാണ്. സീഡ് കുറഞ്ഞ മാംസം കൂടിയ പേരയാണ്. നല്ല പേരയായിട്ട് കൺസിഡർ ചെയ്യുന്ന സാധനമാണ്. അന്നേരം അതും കൂടെയൊക്കെ ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അന്നേരം അതേപോലെ തന്നെ ഹാങ് പ്ലാന്റ്, കുറേ സെക്ഷൻ അങ്ങനെയുള്ള പ്ലാന്റുകളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അന്നേരം മാക്സിമം ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് ചെങ്കവരിക്ക മാങ്ങ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കോട്ടുകോണത്തിൽ തന്നെയുള്ള ചെങ്കവരിക്ക മാങ്ങ, അത് അതാണ്ട് കട്ട് ചെയ്ത് എടുക്കുന്ന ഒരു കാഴ്ചയാണ്. പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ചെറിയ പുഴുക്കുത്ത് കണക്കൊക്കെ തോന്നി എങ്കിലും നമുക്കതൊന്ന് പൂളി നോക്കാമെന്ന് വിചാരിച്ച് കട്ട് ചെയ്ത് നോക്കിയ സമയത്ത് നല്ല രുചിയായിട്ട് തോന്നി. അതുകൊണ്ടാണ് നിങ്ങൾക്കിത് പ്രത്യേകം കാണിക്കുന്നത്. കോട്ടുകോണം ചെങ്കവരിക്ക, അകത്ത് പുറത്ത് ഇതുണ്ടെങ്കിലും അകത്തോട്ട് വലിയ കീടങ്ങളുടെ ശല്യമൊന്നുമില്ല എന്ന് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കണ്ടില്ലേ, നല്ല ഭംഗി കേട്ടോ, ഒരു രക്ഷയില്ല. രണ്ട് സൈഡും കട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ച്. കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഏത് നല്ല മാങ്ങകൾ ഏതാണ്. നല്ല ഫൈബർ കണ്ടൻറ്റ് ഉള്ളതാണ്, കണ്ടില്ലേ, ഫൈബറുള്ള മാങ്ങയാണ് കോട്ടുകോണം ചെങ്കവരിക്ക എന്നൊക്കെ അറിയപ്പെടുന്ന മാങ്ങ. നമ്മൾ തിരുവനന്തപുരം ഏരിയയിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന മാങ്ങയാണ്. അതിനകത്ത് തന്നെ ചെങ്കവരിക്ക എന്ന് പറയുന്നത് നല്ല ചുവപ്പ് വരുന്നതാണ്, കണ്ടിട്ടില്ലേ. നല്ല ടേസ്റ്റിയാണ്, അടിപൊളി മാങ്ങയായിരുന്നു. നമ്മൾ കഴിച്ചു നോക്കി, അടിപൊളി സൂപ്പർ മാങ്ങ. അതിൻ്റെ തൈ നമ്മളിപ്പം ആക്കുന്നുണ്ട്. അടുത്ത ഒരുപാട് നമ്മൾ ഉണ്ടാക്കും. ഇതിൻ്റെ തൈ നമ്മൾ ഉണ്ടാക്കിയിട്ട് തരാം.